ഡിറ്റർമിനൻസിന്റെ കണ്ടിന്യൂഷൻ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. അതായത് നമ്മളിന്ന് പഠിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഏരിയ ഓഫ് ട്രയാങ്കിൾ ആയിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ഏരിയ ഓഫ് ട്രയാങ്കിളിന്റെ ബാക്കി. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും അത് കണ്ട് മൊത്തം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ മനസ്സിലാവൂ. കാര്യം എന്താണ്, ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു സെക്ഷന്റെ കുറച്ച് പോർഷൻ കൂടെ പറഞ്ഞു തരാനുണ്ട്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അവിടെ നിന്ന് നമ്മൾ മുമ്പോട്ട് പോകും. റൈറ്റ്? അപ്പോൾ നല്ലപോലെ കേട്ടോണ്ടിരിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈ കാണുന്ന പോലെ ഫൈൻഡ് വാല്യൂ ഓഫ് k if area of triangle is 3 square units. ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ തന്നിരിക്കുകയാണ്? 3 സ്ക്വയർ യൂണിറ്റ്സ് ആൻഡ് വെർട്ടിസസ് ആർ 3 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. അതെ, നമുക്ക് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ അറിയാം. എങ്ങനെയാണ് നമ്മൾ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം? ഹാഫ് ഇൻറ്റു കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചാണ് അല്ലേ, x1 x2 x3 y1 y2 y3 1 1 1. ഇതാണ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. ശരിയല്ലേ? നമ്മളിത് പഠിച്ചു വെച്ചിരിക്കാം. അപ്പോ ഇവിടെ അവർ ട്രയാങ്കിളിന്റെ ഏരിയ തന്നിരിക്കുക. അതായത് ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഇതാണ് എന്ന് പറഞ്ഞിരിക്കുക. എന്നിട്ട് ചോദിക്കുക, ഈ പറഞ്ഞ വെർട്ടിസസിലുണ്ടോ ഒരു അൺനോൺ കിടക്കുന്നുണ്ടൊക്കെ ഈ കെയുടെ വാല്യൂ എന്ന് കണ്ടുപിടിക്കും. ഫൈൻഡ് ദ വാല്യൂ. അപ്പൊ ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ കെ കണ്ടുപിടിക്കാൻ പറയും. ചില സമയങ്ങളിൽ യൂസിങ് ഡിറ്റർമിനന്റ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റിനിൽ പറയും. അതുകൊണ്ട് ഓർക്കണം കേട്ടോ. അതായത് യൂസിങ് ഡിറ്റർമിനൻസ് നിങ്ങൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ 2 വെർട്ടിസസ് തന്നിട്ട് മൂന്നാമത്തെ വെർട്ടിസസിന്റെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുക, അത് ഏരിയ ഓഫ് ട്രയാങ്കിളിന്റെ ബേസിൽ കണ്ടുപിടിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. യൂസിങ് ഡിറ്റർമിനൻസ് മറക്കരുത് കേട്ടോ. ഡിറ്റർമിനന്റുമായി ബേസ് ചെയ്ത് എന്തെങ്കിലും അൺനോൺ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഉറപ്പായിട്ട് ട്രയാങ്കിളിന്റെ ഫോർമാറ്റ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് എന്ന് മറക്കാതിരിക്കുക. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. അതിനകത്ത് x1 y1 ഒക്കെ അറിയാമല്ലോ അല്ലേ? ഇത് x1 ആണ്, ഇത് y1 ആണ്, x2 y2 x3 y3 എടുത്ത് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ചെയ്ത് നോക്കണേ. 1/2 ഇൻറ്റു x1 എന്നുള്ള സംഭവം ഞാൻ എഴുതാൻ നിൽക്കുന്നില്ല. ആ സംഭവം എടുത്ത് എഴുതിയിട്ട് വേണം ചെയ്തു പോകാൻ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡെൽറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് എത്രയാണെന്നറിയാം? അത് 3 ആണെന്നറിയാം. ഓർത്തോണം, ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡെൽറ്റ എന്ന് പറയുന്നത് 3 ആണ് തന്നിട്ടുണ്ട്. അതിന്റെ അടുത്ത സ്റ്റെപ്പായിട്ട് അങ്ങനെ എഴുതുന്നത് എന്താണ്? ഡെൽറ്റയ്ക്ക് പകരം എന്താണ് ഈ ഫ്രെയിം എടുത്ത് വെച്ച് എഴുതുകയാണ്. ഹാഫ് ഇൻറ്റു x1 എന്താണ് 1 x2 0 k. അടുത്ത എന്താണ് y1 3 0 0. മറ്റേതാണ് മൂന്നാമത്തെ എന്താണ് അത് വരിക എന്ന് പറയുന്നത് നമ്മളെ 1 1 1. ഇത് എന്ന് പറയുന്നത് നമുക്ക് എത്ര അറിയാം? 3 ആണെന്ന് അറിയാം. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഡിറ്റർമിനന്റ് അകത്താണ് കിടക്കുന്നത് കെയുടെ വാല്യൂ. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ ഈ പറയുന്ന 3 എന്ന് പറയുന്ന ഏരിയ ഡിറ്റർമിനന്റ് അകത്ത് ഏരിയ പോസിറ്റീവ് ആയിരിക്കും, അതിനകത്ത് മാറ്റമൊന്നുമില്ല. പക്ഷേ ഡിറ്റർമിനന്റ് കിടക്കുന്ന ഒരു വാല്യൂയിലേക്ക് ഈ കേക്ക് ഒരു പ്രത്യേകത. അതായത് ഇത് സോൾവ് ചെയ്തിരിക്കും. നമ്മൾ മോഡൽസ് ചിന്തിക്കുന്നില്ല. മോഡൽസിനകത്ത് അകത്ത് വരുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിലും അത് പോസിറ്റീവായി മാറും. കറക്റ്റ് അല്ലേ? അതായത് ഇത് മൈനസ് ആണെങ്കിലും പുറത്ത് വരുമ്പോൾ അത് പ്ലസ്. മൈനസ് ഡിറ്റർമിനന്റ് മൈനസ് കെ വന്നാലും അത് പുറത്ത് വരുമ്പോൾ പ്ലസ് കെ ആണ്. പ്ലസ് കെ ആണെങ്കിലും പ്ലസ് ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഡിറ്റർമിനന്റ് കിടക്കാൻ എപ്പോഴും ഓർക്കുക. നിങ്ങൾ ആൻസർ എഴുതും പ്ലസ് ഓർ മൈനസ് ഉള്ള ഫ്രെയിമിൽ എഴുതാൻ ഓർത്ത് നോക്കാം. വേറെ വലുതായിട്ടൊന്നും നിങ്ങളിപ്പോൾ ആലോചിക്കണം. ഞാൻ വലുതായിട്ടൊന്നും പറയുന്നില്ല. ഇതിന്റെ മെയിൻ റീസൺസ് വേറെ ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ തന്നെ ഓർത്ത് നോക്കാം. റൈറ്റ്? ഈ ഒരു സംഭവം ഓർത്തതിന് ശേഷം നമുക്ക് അടുത്ത ക്രോസ് ചെയ്യണം അല്ലേ? സോ 1/2 എന്ന് പറഞ്ഞത് ക്രോസ് ചെയ്യണം. അത് 1/2 അവിടെ കിടക്കട്ടെ. ഞാനത് സോൾവ് ചെയ്യാം. അവിടെ കിടക്കട്ടെ, നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഇത് സോൾവ് ചെയ്ത് മാറ്റുന്നു. എങ്ങനെ നമുക്ക് ചെയ്യാൻ അറിയാലോ? അവർ ബോക്സ് വരയ്ക്കുന്നു. സോ 1 ഇൻറ്റു അല്ലേ 1 എടുത്തതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട റോയും കോളവും ഞാൻ ഇഗ്നോർ ചെയ്യും. അത് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യണം. 0 × 1 0 മൈനസ് 0 × 1 0. അപ്പോൾ അതങ്ങ് പോയി. അതായത് 0 - 0 0 ആണല്ലോ. 0 × 1 0. അപ്പോൾ ആ ടേം അങ്ങ് പോയി. അടുത്ത എന്താണ് നമ്മുടെ സൈൻ? മൈനസ് ആണ്. മൈനസ് ഡെഫിനേഷൻ എന്തൊരു 3 ആണ് ആണല്ലോ. ഈ 3യുമായി ബന്ധപ്പെട്ട റോയും കോളവും ഞാൻ കളയും. 3യുമായി ബന്ധപ്പെട്ട റോയും കോളവും കളഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുക? ഈ റോയും ഈ കോളവും പോയി കഴിഞ്ഞാൽ പിന്നെ ഈ 4 എലമെന്റ്സ് അല്ലേ ഉള്ളൂ. എന്താ പറയാ? k × 1 k മൈനസ് അല്ലേ? അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു വീഴ്ച പിന്നീട് ഉയർച്ച എന്നുള്ള ഫ്രെയിമിനെ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഫ്രെയിമിൽ തന്നെ നമുക്ക് എഴുതാം. അതായത് വീഴ്ച എന്ന് പറയുമ്പോൾ 0 × 1 എന്താണ്? 0 ആണ്. മൈനസ് k × 1 എന്താണ്? k ആണ്. അത് ശ്രദ്ധിച്ചോ കേട്ടോ, അല്ലെങ്കിൽ തെറ്റും. ആദ്യം ഒരു വീഴ്ച പിന്നെ ഉയർച്ച, ആ ഒരു ഫ്രെയിമിൽ തന്നെ ചിന്തിക്കുക. അടുത്ത എന്താണ്? പ്ലസ് 1 ആണല്ലോ അടുത്ത എലമെന്റ്. സോ 1 എടുത്ത് ചെയ്യും. അതുമായി ബന്ധപ്പെട്ട റോയും കോളവും ഞാൻ എടുത്ത് കളഞ്ഞു. അതുമായി ബന്ധപ്പെട്ട റോയും കോളവും കളഞ്ഞത് എത്ര എലമെന്റിലേ ഉള്ളൂ? 0 × 0 0 മൈനസ് k × 0 0. ഇതെന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 3 ആണ്. അപ്പോൾ 1/2 വീണ്ടും അവിടെ തന്നെ കിടക്കട്ടെ. നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം. ഇത് മൊത്തത്തിൽ 0 ആയി പോകുമല്ലോ. കാര്യം എന്താ? 0 - 0 0 0 × 1 0. ഇവിടെ വരുമ്പോൾ 0 - k എന്ന് വെച്ചാൽ മൈനസ് കെ ആണ്. മൈനസും മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആവും. അപ്പോൾ എന്താ സംഭവിക്കുക? ഇത് +3k എന്നാവും. റൈറ്റ്? ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ?
ഇവിടെ 0 മൈനസ് 0 0 ആണ്. 1 into 0 എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് പോകും. ബാക്കി ഇത്രയേ ഉള്ളൂ. വിച്ച് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3 എന്ന് പറഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എങ്ങനെയൊക്കെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇത് 3/2k എന്ന് പറഞ്ഞു അല്ലേ. 3/2k എന്ന് പറയുന്നതാണ് പ്ലസ് ഓർ മൈനസ് 3. ഇതിന്റെ അർത്ഥം എന്താണ്? 3/2k എന്ന് പറഞ്ഞാൽ പ്ലസ് 3 ആവാം മൈനസ് 3 ആവാം. ഞാൻ അടുത്ത വെച്ചുകൊണ്ട് എഴുതുകയാണ്. 3/2k എന്ന് പറയുന്നത് 3 ആകാം, അല്ലെങ്കിൽ 3/2k എന്ന് പറയുന്നത് മൈനസ് 3 ആകാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇത് ക്രോസ് ചെയ്യുന്നു. സോ k എന്ന് പറയുന്നത് എന്താ വരിക? 3 into 2/3. കാര്യം 3 താഴെ 2 ഒന്ന് മേടിക്കും. 3 കട്ടായി പോകും. 1 k യുടെ വാല്യൂ 2 വരാം. അടുത്ത എന്താ? 3/2k എന്ന് പറയുന്നത് മൈനസ് 3 ആണ് നമ്മൾ എഴുതി. അപ്പോൾ k എന്താന്ന് ചോദിച്ചാൽ മൈനസ് 3 into 2 divided by 3. കട്ടായി പോകുന്നത് വരും മൈനസ് 2 എന്ന് പറയും. അപ്പോൾ ഇതിന്റെ ആൻസർ പ്ലസ് 2 നും മൈനസ് 2 എന്നുള്ള ഫ്രെയിമിൽ വരും. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു ഫ്രെയിം വരുമ്പോൾ ഈ ഒരു സംഭവം നല്ലപോലെ ശ്രമിക്കണം. സോ ആൻസർ നോട്ട് ചെയ്ത് വെക്കാം. പ്ലസ് 2 മൈനസ് 2. അടുത്ത ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ജോയിനിങ് 1,2 and 3,6 യൂസിങ് ഡിറ്റർമിനൻറ്റ്സ്. നേരത്തെ നമ്മൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുന്ന പഠിച്ചത്. ഇവിടെ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതായത് ഈ പറഞ്ഞിരിക്കുന്ന സംഭവം വെച്ചുകൊണ്ട് ഒരു ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ശ്രദ്ധിച്ചോളൂ, അതായത് ഒരു ലൈൻ എന്ന് വിചാരിച്ചു. ആ ലൈനിലുള്ള 2 പോയിന്റുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് 1,2, അടുത്തൊരു പോയിന്റ് പറഞ്ഞിരിക്കുന്നതാണ് 3,6. ഓക്കെ, ഞാൻ ഇതിനെ ഇപ്പൊ എ എന്ന് വിളിക്കുകയാണെങ്കിൽ, ഞാൻ ഇതിനെ ബി എന്ന് വിളിക്കുകയാണെങ്കിൽ, അവർ പറയുന്നത് ഈ പറയുന്ന ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ്. ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന ഒരു പ്രത്യേകത, അതിനകത്ത് എന്തൊക്കെ വേണം? വേരിയബിൾസ് വേണം, എക്സും വൈയും വേണം അല്ലെ. അപ്പോ ഞാൻ പറയും ഈ ലൈനിലുള്ള വേറൊരു പോയിന്റ് കൂടെ ഉണ്ട്, ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് x, y ആണെന്ന് പറയും. ഞാൻ അതിനെ പി എന്ന് വിളിച്ചെന്ന് വെച്ചു. ഈ ലൈനിൽ തന്നെയുള്ള ഒരു പോയിന്റ് എടുക്കുന്നു. കാര്യം എനിക്ക് കണ്ടുപിടിക്കേണ്ട ഈ ലൈൻ ഇക്വേഷനാണ്. 2 പോയിന്റുകൾ തന്നിട്ടുണ്ട്, നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. സത്യം പറഞ്ഞാല് നമുക്ക് 2 പോയിന്റുകൾ തന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ +1 വൃത്തിയായിട്ട് പഠിച്ചതാണ്. എന്താണ് സംഭവം? ഈ പറയുന്നത് പോലെ നമ്മുടെ 2.4 അല്ലേ, y2 minus y1 by x2 minus x1 into y minus y1 ഫ്രെയിം അറിയാമല്ലോ. അപ്പോൾ ആ ഫ്രെയിം നമ്മൾ നല്ലപോലെ ഓർത്ത് വെക്കണം. അതായത് y minus y1 is equal to y2 minus y1 by x2 minus x1 into x minus x1 എന്നുള്ള 2.4. കാര്യം 2 പോയിന്റുകളുടെ ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാൻ അറിയാം. പക്ഷെ അവരെടുത്ത് പറയുക ഡിറ്റർമിനന്റ് വെച്ച് കണ്ടുപിടിക്കും. ഈ ഡിറ്റർമിനന്റ് വെച്ച് കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ ഇവർ കൊണ്ടുവന്ന് കണക്ട് ചെയ്ത ട്രയാങ്കിളുടെ ഏരിയയുടെ ഫ്രെയിമുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ഓർത്തു വെക്കും. എപ്പോഴും ആ ഒരു ഫ്രെയിമിലായിരിക്കും അവരൊന്ന് കണക്ട് ചെയ്യും. റൈറ്റ്. അപ്പോൾ ഡിറ്റർമിനന്റുമായി ബന്ധപ്പെട്ട് വെച്ചാൽ ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട കാര്യം ഓർക്കണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ 2 പോയിന്റ് ഉണ്ട്. ഈ പറയുന്ന ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കണേ എക്സും വൈ ഇല്ലാതെ പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്ത് പറയും? ആ ലൈനിലുള്ള മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ XY ആണ്. ഇപ്പൊ എന്താ സംഭവിച്ചേ? ഈ പറയുന്ന 3 പോയിന്റ് ഒരു ലൈനിലല്ലേ വന്നേ? ഒരു ലൈനിൽ വന്ന എന്താണ്? അത് കൊളീനിയർ ആണ്. കറക്റ്റ് അല്ലേ? ഈ കൊളീനിയർ ആണെങ്കിൽ എന്താ സംഭവിക്കുക? കൊളീനിയാരിറ്റിയുടെ പ്രോപ്പർട്ടി നമുക്ക് എന്തറിയാം? ഒരു ട്രയാങ്കിൾ കൺസിഡർ ആണെങ്കിൽ കൊളീനിയർ ആവണമെങ്കിൽ ഈ 3 പോയിന്റ് ഒരു ലൈനിൽ വന്നാൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 0 ആണ്. നമ്മൾ അങ്ങനെ പഠിച്ചു ചെയ്യുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞ് നമുക്ക് പറയാം ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ എന്താണ്? 0 ആണ്. എന്നിട്ട് ഈ ഫ്രെയിം അതേപോലെ അപ്ലൈ ചെയ്യണം. ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് x1 y1 ഒക്കെ അറിയാലോ. ഞാൻ ഓർഡർ എഴുതുക. x1 1 3 x x1 x2 x3 ഇത് y1 y2 y3 2 6 y. അടുത്ത എന്താണ്? നമ്പേഴ്സ് ആണ്. 1 1 1. ഈ പറയുന്ന സംഭവം നമുക്ക് എത്ര അറിയാം? 0 ആണ്. ഞാൻ അങ്ങോട്ട് ക്രോസ് ചെയ്യാം. എന്താ പറ്റുക? 1/2 2 അങ്ങോട്ട് ക്രോസ് ചെയ്യും. 2 into 0 0 ആയിരിക്കും. പ്ലസ് ഓർ മൈനസ് ഒക്കെ ഫ്രെയിം ഉണ്ടെന്ന് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കണം. കാര്യം 0 അടക്കുന്നുണ്ട്. പ്ലസ് ആണെങ്കിൽ മൈനസ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയും. അപ്പൊ അങ്ങനെ പോയെ ബാക്കി ഇത്രയാണ്. ഞാൻ ഈ 1/2ന്റെ 2 ക്രോസ് ചെയ്തു എന്ന് മാറ്റാതിരിക്കാം. ബാക്കി ഇതാ ചെയ്യാൻ പോകുന്നത് 1 into ഇതുമായി ബന്ധപ്പെട്ട റോയും കോളവും കളയുന്നു. ബാക്കി 6 into 1 6 minus y into 1 y. അടുത്ത ഫ്രെയിം നമുക്ക് മൈനസ് ആണെന്നറിയാം. 2 ആണ്. 2മായി ബന്ധപ്പെട്ട റോയും കോളവും കളയും. ബാക്കി ഇതാ ഈ 4 നമ്പേഴ്സ് അവിടെ 3 into 1. അപ്പൊ ഞാൻ 2 എടുത്ത് എഴുതണം. 2 into അടുത്തത് 3 into 1 3 minus x into 1 x. റൈറ്റ്. അടുത്തത് പ്ലസ് സൈൻ ആണ് നമുക്കറിയാം. അവിടെ 1 ആണ് വരുന്നത്. 1മായി ബന്ധപ്പെട്ട റോയും കോളവും കളയണം. സോ 1 into 3 into y 3y minus 6 into x 6x. ഇതെന്ന് പറയുന്നത് നമുക്ക് എത്ര അറിയാം? 0 ആണ്. ഇനി അറേഞ്ച് ചെയ്തെടുക്കുന്ന ജോലിയാണ്. അപ്പൊ എന്താ പറ്റുക? 1 into എന്ന് പറയുമ്പോൾ അത് തന്നെ 6 minus y തന്നെ വരും. മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യുന്നു. മൈനസ് 2 into 3 6 മൈനസ് into മൈനസ് പ്ലസ് 2x പ്ലസ് 1 ആണ് കിടക്കുന്നത്. അതേപോലെ എടുത്ത് എഴുതാം. 3y minus 6x is equal to 0 ആണ്.
ഇനി ഒന്ന് അറേഞ്ച് ചെയ്ത ജോലിയിലേ ഉള്ളൂ. എന്താ സംഭവിക്കുക? ഈ +6 -6 കട്ടായി. -y + 3y എന്താ വെച്ചാൽ 2y എന്ന് പറഞ്ഞു. കറക്റ്റ് അല്ലേ? -y + 3y + 2y. ഇനി എന്താണ്? +2x -6x. അപ്പൊ എത്ര വരിക? -4x എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായി? 0. അപ്പൊ എന്താ സംഭവിക്കുക? നമുക്കൊന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. ഈ -4x ഞാൻ അപ്പുറത്ത് കൊണ്ടുവന്നു. സോ 2y = 4x എന്ന് പറഞ്ഞു. കട്ട് ചെയ്യാൻ പറ്റും. 2 1 ടൈം, 2 2 ടൈം. അപ്പൊ എന്താ വെച്ചാൽ y = 2x. ഇക്വേഷൻ. therefore the required equation is y = 2x എന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിലും സ്റ്റെപ്പുകൾ എഴുതുമ്പോഴത്തേക്ക് ലെറ്റ് ഇങ്ങനെയൊക്കെ എഴുതണം. ലെറ്റ് p of x, y be the third point on the line such that a, b and p are polynomial. ഈ പോയിന്റ് എടുത്തിടണം. Then area of triangle delta is equal to 0 എന്ന് പറഞ്ഞാൽ ഈ ഫ്രെയിം എഴുതി y is equal to 0. അവസാനം എന്താണ്? therefore required equation is എന്ന് പറഞ്ഞിട്ട് y is equal to x എന്ന് എഴുതുന്നത്. therefore required equation is y is equal to 2x. ഇത്രയും നോട്ട് ചെയ്തു. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇതുമായി ബന്ധപ്പെട്ട ഞാൻ ഹോംവർക്ക് തരും. ഒരു എക്സസൈസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുമായി ബന്ധപ്പെട്ട വേറെ റൂൾസ് ഞാൻ ഹോംവർക്ക് തരും. അത് ഇതേപോലെ ചെയ്യുന്നു കേട്ടോ. നോട്ട് ചെയ്തു. അടുത്ത ഇമ്പോർട്ടന്റ് സെഷൻ മൈനസ് ആൻഡ് കോഫാക്ടേഴ്സ്. നമ്മളിവിടെ ഓർക്കേണ്ട കാര്യം എന്താ പറയുക? മൈനസ് ആൻഡ് കോഫാക്ടേഴ്സ്. നമ്മൾ മെട്രിക്സ് പഠിപ്പിച്ച സമയത്ത് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ പഠിച്ച ഓർമ്മയുണ്ടാവും. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്, എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ. അപ്പൊ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ട്രാൻസ്ഫോർമേഷൻ ഒരു മെത്തേഡാണ്. അതുപോലെ ഒരു മെത്തേഡ് ഞാൻ ഡിറ്റർമിനന്റിൽ വരുമുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലേക്ക് കണക്ട് ചെയ്യുന്ന വഴികളാണ് ഇപ്പോൾ ഈ കിടക്കുന്നത്. അതായത് മൈനേഴ്സും കോഫാക്ടേഴ്സും ഇത് രണ്ടും അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. ഭയങ്കര എളുപ്പമാണ്. ഇതെല്ലാം ഇനി കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത് പഠിച്ചാൽ അടുത്ത ചെയ്യാൻ പറ്റും, അത് മനസ്സിലായിക്കൊണ്ട് അടുത്ത ചെയ്യാൻ പറ്റും. എല്ലാം കണക്റ്റഡ് ആയിട്ട് കിടക്കുക. മെട്രിക്സുമായിട്ട് തീർച്ചയായിട്ടും ബന്ധങ്ങളുണ്ട്. ട്രാൻസ്പോസ് എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു മെട്രിക്സ് എന്നാൽ ട്രാൻസ്പോസ് എടുക്കാനൊക്കെ അറിയാമല്ലോ. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതാ ഇനി പറയുന്നത് തൊട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. നല്ല പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇനിഷ്യലി കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിൽ പോലും സംഭവം ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ നല്ല നല്ല രസകരമായി തോന്നും. ഒരുപാട് ചെയ്യാൻ ഒരു താല്പര്യം തോന്നും. ഒരുപാട് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വരികയാണെങ്കിൽ റൈറ്റ്. അപ്പൊ നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നത്. മൈനസ് കണ്ടുപിടിക്കുക. എന്താണ് മൈനർ എന്ന് പറയുന്നത്? ഞാനൊന്ന് പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ഞാൻ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് എടുത്തില്ലേ. ആ മെട്രിക്സ് ഒരു 2x2 മെട്രിക്സ് ആണ്. 1 2 3 4 ഇങ്ങനൊരു മെട്രിക്സ് എടുത്തിട്ട് ഇതിൽ നിന്നും അവർ പറയുകയാണ്. ഇപ്പൊ പറയുകയാണെന്നുണ്ടെ ഇപ്പൊ മൈനറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് MIJ എന്നാണ്. ഇതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. ഞാൻ ആ ഡെഫിനിഷൻ ഒന്ന് വായിക്കാം. ഇങ്ങനെയാണ് ടെക്സ്റ്റിൽ പറയുന്നത്. നിങ്ങൾ പേജ് നമ്പർ 123 ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കുക. പേജ് നമ്പർ 123 അവർ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട് മൈനസിനോട്. എന്താ ഡെഫിനിഷൻ അറിയാമോ? ഈ പറയുന്നത് ചുമ്മാ അത് കേൾക്കോ, വലിയ കാര്യമില്ല എങ്കിൽ പോലും. മൈനർ ഓഫ് ആൻ എലമെന്റ് AIJ ഓഫ് എ ഡിറ്റർമിനന്റ് ഈസ് ദ ഡിറ്റർമിനന്റ് ഒബ്റ്റെയിൻഡ് ബൈ ഡിലീറ്റിംഗ് ദ ith row and jth column in which elements AIJ lies. ഒന്നും മനസ്സിലാവാൻ സാധ്യതയില്ല എങ്കിൽ പോലും ഞാൻ ഇതുമായി കണക്ട് ചെയ്ത് ബോർഡിൽ ചെയ്യുമ്പോൾ മനസ്സിലാവും. മൈനർ ഓഫ് ആൻ എലമെന്റ് AIJ ഈസ് ഡിനോട്ടഡ് ബൈ MIJ. ഇങ്ങനെ എഴുതണമെന്ന് പറയുന്നു. അതെങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന ഐക്കും ജെയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എലമെന്റുമായി ബന്ധപ്പെട്ട റോയും കോളവും ഇഗ്നോർ ചെയ്തിട്ട് ബാക്കി ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. എന്ന് വെച്ചാൽ ഇതാണ്. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, എനിക്ക് MI എന്ന് പറയുന്ന റോയും ജെ കോളമാണ് നമ്മൾ മെട്രിക്സ് പഠിച്ചത്. ഞാൻ M21 എന്ന് പറഞ്ഞു വെച്ചു. അപ്പം M21 എന്ന് വെച്ചാൽ ഇത് പറയുന്നത് സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും അല്ലേ. ആദ്യം റോയും രണ്ടാമത്തെ കോളവും നമ്മൾ മെട്രിക്സ് പഠിച്ചത്. അതായത് M2J എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഈ പറഞ്ഞ സെക്കൻഡ് റോ ഫസ്റ്റ് കോളത്തിന്റെ എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ മൈനർ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം സെക്കൻഡ് റോ എന്ന് പറഞ്ഞതല്ലേ, ഫസ്റ്റ് കോളം എന്ന് പറയുന്നതല്ലേ. അപ്പൊ ഇതാണല്ലോ ഈ പറഞ്ഞ പോലെ ഇവർ പറഞ്ഞിരിക്കുന്ന എലമെന്റ് എന്ന് പറയുന്നതല്ലേ 3 അല്ലേ. ഇതിന്റെ മൈനർ കണ്ടുപിടിക്കണം. ഇതിന്റെ മൈനർ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവനുമായി ബന്ധപ്പെട്ട റോയും കോളവും അങ്ങ് എലിമിനേറ്റ് ചെയ്യണം. ഡിറ്റർമിനന്റ് പഠിച്ചാൽ അതേ കോൺസെപ്റ്റ് തന്നെ വരും. അപ്പോ ഇതാണ് 2 1 എന്ന് പറയുന്നത്, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. ഇതുമായി ബന്ധപ്പെട്ട ആ എലമെന്റിന്റെ റോയും കോളവും നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയണം. കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എലമെന്റ് കിട്ടുമല്ലോ. എന്തുവാ? 2 അല്ലേ. അതായിരിക്കും അതിന്റെ മൈനർ.
കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് വേറെ ഒന്നും നോക്കാം. അതാണ്ട് M21 സോറി 12. അപ്പൊ എന്താണ് M12 എന്ന് പറയുന്ന എലമെന്റിന്റെ മൈനർ എന്താ? M12 എന്ന് പറയുന്ന എലമെന്റ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എന്ന് പറയുമ്പോൾ 2 അല്ലേ? അപ്പൊ ഇതാണ് ആ എലമെന്റ്. ഇതിന്റെ മൈനർ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? ഇതുമായി ബന്ധപ്പെട്ട റോയും കോളവും എടുത്ത് കളയും. പിന്നെ ബാക്കി എന്തേ ഉള്ളൂ? 3 അല്ലേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ മൈനർ ഏതാണ്? 3 ആണ്. അപ്പോ ഈ സംഭവമാണ് അവർ പറയുന്നത്. ഇനി ഞാൻ ആ ഡെഫിനിഷൻ ഒന്നുകൂടെ വായിക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? മൈനർ ഓഫ് ആൻ എലമെന്റ് AIJ, എലമെന്റ് AIJ എന്ന് പറയുമ്പോൾ ഇത് ഏത് എലമെന്റ് വേണമെങ്കിലും പറയാം. ഇപ്പൊ ഈ എലമെന്റ് ആണ് AIJ നമ്മൾ മെട്രിക്സിനകത്തുള്ള ഒരു എലമെന്റ് നമ്മൾ AIJ എന്ന് വിളിക്കാം. ഇതിന്റെ മൈനർ എന്താണെന്ന് ചോദിച്ചാൽ is the determinant obtained by deleting its ith row and jth column. അതുമായി ബന്ധപ്പെട്ട റോയും ഇത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. ഡിലീറ്റിംഗ് ദ ith ആൻഡ് jth കോളം ഇൻ വിച്ച് AIJ lies. ആ AIJ ലൈ ചെയ്യുന്ന കോളവും റോയും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് മൈനർ ഇസ് എലമെന്റ് ഈ പറഞ്ഞ പോലെ ഡിലീറ്റ് ചെയ്തിട്ട് ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ കിട്ടുമെന്നാ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത് 2/2 ആണ് ഡിറ്റർമിനന്റ് എടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നില്ല. പക്ഷേ ഒരു 3/3 വരികയാണെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ B എന്ന് പറഞ്ഞൊരു മെട്രിക്സ് വിളിക്കാം. അതിന് നമ്മൾ 1 2 3 4 5 6 7 8 9 ഇതൊരു 3/3 ആണല്ലോ. എനിക്ക് ഈ പറയുന്നതിന്റെ M23 കണ്ടുപിടിക്കണം. അതായത് സെക്കൻഡ് റോ തേർഡ് കോളത്തിലുള്ള എലമെന്റിന്റെ മൈനർ കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയേ, സെക്കൻഡ് റോ തേർഡ് കോളം എന്ന് പറയുമ്പോൾ ഇതാണ് സെക്കൻഡ് റോ, തേർഡ് കോളം എന്ന് പറയുമ്പോൾ ഇതല്ലേ. അപ്പം ഇതാണ് ആ AIJ എന്ന് പറയുന്ന എലമെന്റ്. AIJ സ്മോൾ ലെറ്റർ AIJ നമ്മുടെ എലമെന്റ്. അതിന്റെ മൈനർ കണ്ടുപിടിക്കണം. മൈനർ കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട റോയും കോളവും ഡിലീറ്റ് ചെയ്യണം. ഡിറ്റർമിന്റ് ചെയ്ത അതേ പരിപാടി. പിന്നെ ബാക്കി വരുന്നതിന്റെ ഡിറ്റർമിന്റ് എടുക്കണം. ബാക്കി വരുന്ന ഡിറ്റർമിന്റ് എടുക്കുന്ന വെച്ചാൽ ബാക്കി എന്തൊക്കെയുള്ള 1 2 7 8 അല്ലേ? അതിന് ഡിറ്റർമിന്റ്. അപ്പൊ ഡിറ്റർമിന്റ് എടുക്കുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു വീഴ്ച പിന്നെ ഒരു ഉയർച്ച. അപ്പൊ എത്ര വരും? 8 × 1 8 7 × 2 14 -14. അപ്പൊ എത്ര വരിക? -6. ഇതാണ് എന്റെ മൈനർ. അപ്പം എന്റെ മൈനർ എത്ര? -6. ഇങ്ങനെ ഇടുന്ന പരിപാടിയാണ് മൈനർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കോഫാക്ടർ എന്താണെന്ന് ഒന്ന് കണ്ടുപിടിച്ചാലും അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഇനി ചെറിയ പ്രോബ്ലം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയാം. അപ്പോ B എന്ന് പറയുന്ന മെട്രിക്സിന്റെ M23 എത്രയാണെന്ന് വെച്ചാൽ -6 ആണ്. അപ്പൊ അവരൊരു ക്വസ്റ്റ്യൻ വന്നാലേ മൈനർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എല്ലാം കണ്ടുപിടിക്കേണ്ടി വരും. അതായത് M11 എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലുള്ള ഇതിന്റെ മൈനർ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇത് AIJ ആണ്. ഇതിന്റെ മൈനർ കണ്ടുപിടിക്കണം, ഇതിന്റെ മൈനർ കണ്ടുപിടിക്കണം, ഇതിന്റെ മൈനർ കണ്ടുപിടിക്കണം, അങ്ങനെ എല്ലാത്തിനും 9 മൈനർ കണ്ടുപിടിക്കണം. ഇതാണ് മൈനേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ ഇത് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുമെങ്കിൽ പോലും സംഭവം എളുപ്പമാണ്. ഇതിനൊരു ട്രിക്കി പരിപാടിയൊക്കെ ഉണ്ട്, ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോ AIJ അതെ ഇതാണ് കോഫാക്ടർ എന്ന് പറയുന്നത്. കോഫാക്ടർ ഫ്രെയിം ചെയ്ത് എങ്ങനെയാണ്? കോഫാക്ടർ ഇപ്പൊ മൈനറിന്റെ ലെറ്റർ എന്ന് പറയുന്നത് MIJ തന്നെയാണ്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. മൈനർ MIJ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കോഫാക്ടർ CIJ എന്ന് ചിന്തിക്കരുത്. റൈറ്റ്? ഇത് AIJ ക്യാപിറ്റൽ ലെറ്റർ AIJ ആണ്. സ്മോൾ ലെറ്റർ AIJ എന്താണ്? അത് മറന്നുപോയി. സ്മോൾ ലെറ്റർ AIJ എന്ന് പറയുന്നത് ആ മെട്രിക്സിനകത്തുള്ള എലമെന്റ്സിനെ വിളിക്കുന്ന പേരാണ്. ഇപ്പോ ഇതാണ്ട് ഈ 1 എന്ന് പറയുന്നത് AIJ ആണ്. AIJ എന്ന് പറയുന്നത് എന്താണ്? A11 ആണ്. ഇതെന്താണ്? സ്മോൾ ലെറ്റർ A12 ആണ്. ഇത് സ്മോൾ ലെറ്റർ A13 ആണ് അല്ലേ? മറ്റേത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. ക്യാപിറ്റൽ ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? കോഫാക്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? AIJ എന്താന്ന് ചോദിച്ചാൽ ഇതൊരു ഫ്രെയിം ആണ്. ഇങ്ങനെ കാണാൻ പഠിച്ചു വെക്കണം. -1 the whole raised to I plus j. I plus j എന്ന് പറയുന്നത് എന്താ അറിയാലോ? റോയും കോളവും തരുന്നതനുസരിച്ച് ഇൻറ്റു MIJ. MIJ എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി കിട്ടുന്നു. ഉദാഹരണത്തിന് കൺഫ്യൂസിങ് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ M23 ഓൾറെഡി കണ്ടുപിടിച്ചു. എനിക്ക് ഈ പറഞ്ഞ M23 എന്ന് പറയുന്ന ഈ സാധനമല്ലേ 6 എന്ന് പറയുന്ന സാധനമല്ലേ? ഈ 6 എന്ന് പറയുന്നതാണ് 23 എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ മൈനർ ഈ 6ന്റെ മൈനർ നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണെന്ന്? -6 ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി ഇതിന്റെ കോഫാക്ടർ കൂടെ കണ്ടുപിടിക്കാൻ പോയതിന്റെ ഈ 6ന്റെ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ അപ്പോ ഇത് എവിടെ കിടക്കുന്നതാണ്? സെക്കൻഡ് റോ തേർഡ് കോളം A23. അപ്പൊ ഈ ക്യാപിറ്റൽ A എഴുതുമ്പോഴേ നമ്മൾ ഓർക്കണം എന്താണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്? കോഫാക്ടർ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ 6 എന്ന് പറയുന്ന എലമെന്റിന്റെ മൈനർ എന്ന് പറയുന്നത് -6 ആണ്. കോഫാക്ടർ കണ്ടുപിടിക്കാൻ പോവാം. A23 is equal to ഫ്രെയിം നോക്കിക്കോണേ -1 the whole raised to -1 അതിനകത്തുള്ളത് I plus j. ഐയുടെയും ജിയുടെ സ്ഥാനത്ത് കിടക്കുന്നത് എന്തുവാ? 2 3 അല്ലേ? സോ 2 plus 3 എത്ര? 2 plus 3 5 into
എം ഐ ജെ എന്ത് തന്നെ 23 അല്ലേ M23. ഈ M23 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് അറിയാം -6 അല്ലേ അപ്പോൾ എഴുതുമ്പോൾ എന്താ വരും which is equal to -1 the whole raised to 5 into M23 M23 -6 ഞാൻ എടുക്കുന്നത് -6. ഇനി എന്താ സംഭവിക്കുക ഈ പവർ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ് അല്ലേ നെഗറ്റീവ് നമ്പറിന്റെ പവർ ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ മൈനസ് തന്നെ വരും സോ -1 into -6 അപ്പോൾ എത്ര വരും ആൻസർ 6. എന്താ മനസ്സിലായി ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ സെക്കൻഡ് റോ തേർഡ് കോളത്തിലുള്ള 6 എന്ന് പറയുന്ന എലമെന്റ് അതായത് ഞാൻ ഇങ്ങനെ പറയാം A23 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട് A23 എന്ന് പറയുന്ന എലമെന്റ് അല്ലേ 6 ഈ A23 എന്ന് പറയുന്ന എലമെന്റ് 6ന്റെ മൈനർ എന്താണെന്ന് ചോദിച്ചാൽ M23 എന്താണെന്ന് ചോദിച്ചാൽ -6. ഇനി അപ്പോൾ A23 എന്ന് പറയുന്ന എലമെന്റ് നമുക്ക് എന്താ അറിയാം 6 ആണെന്ന് അറിയാം അതിന്റെ മൈനർ എന്താണെന്ന് ചോദിച്ചാൽ -6 ഉം കോഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് 6 ആണ്. ഇങ്ങനെ ഒരു കഥ പോലെ എഴുതുന്ന ഒരു സംഭവമാണിത് മൈനസും കോഫാക്ടേഴ്സും. നമുക്കൊരു പ്രോബ്ലം എടുത്ത് വെച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മനസ്സിലാക്കി ചെയ്യും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കി അത് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. ഈ ഫ്രെയിം ഒന്ന് നോട്ട് ചെയ്ത് നോട്ടെന്ന് പറഞ്ഞ് എഴുതി കോഫാക്ടർ AIJ എന്ന് പറഞ്ഞൊരു ബോക്സ് ആക്കി അങ്ങ് വെച്ച് ഡിസൈൻ ബോക്സ് അല്ല നല്ലപോലെ വായിച്ച് ചെയ്യണം കേട്ടോ പെട്ടെന്നാണ്. യെസ് അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ മൈനസ് ആൻഡ് കോഫാക്ടേഴ്സ് ഓഫ് ദ റിക്വയർഡ് എലമെന്റ്സ് ഓഫ് ദ ഡിറ്റർമിനന്റ്. അതായത് നമുക്ക് ആവശ്യമുള്ള എലമെന്റിന്റെ മൈനറും കോഫാക്ടറും കണ്ടുപിടിച്ചതിന് ശേഷം വെരിഫൈ ദാറ്റ് A11 into A31 plus A12 into A32 plus A13 into A33 is equal to 0. അപ്പോ A11 എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ നമുക്കറിയാം A11 എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്നത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അല്ലേ അത് നമുക്കറിയാം നമുക്ക് അത് നോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ A11 എന്ന് വെച്ചാൽ നമുക്കറിയാം എത്രയാണ് 2 ആണെന്ന് അറിയാം. A31 എന്ന് വെച്ചാൽ ആക്ച്വലി എന്താണ് കോഫാക്ടർ കണ്ടുപിടിക്കണം നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം മൈനർ കണ്ടുപിടിക്കണം അപ്പോൾ അത് ജോലിയില്ല അവിടെ നിൽക്കട്ടെ. ഇനി A12 നമുക്കറിയാം എന്താണ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിലുള്ള എലമെന്റ് ഇതിനകത്ത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിലുള്ള എലമെന്റ് ഏതാണ് -3 അല്ലേ അപ്പോൾ A12 നമ്മുടെ കയ്യിലുണ്ട് -3. ഇനി A32 എന്ന് വെച്ചാൽ അഗൈൻ അതിന് മൈനർ കണ്ടുപിടിക്കാൻ ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഈ ലെറ്ററിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചോണം ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ് കോഫാക്ടർ. ഇനി A13 ഇതിനകത്ത് കിട്ടുമല്ലോ ഫസ്റ്റ് റോ തേർഡ് കോളം അപ്പോൾ A13 എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണെന്ന് അറിയാം അത് 5 ആണെന്ന് അറിയാം. സോ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ഏതൊക്കെയാണ് നമുക്ക് A31 വേണം അതുപോലെ തന്നെ A32 വേണം അതുപോലെ തന്നെ A33 വേണം. ഇത് 3 കാര്യങ്ങൾ വേണം. ഇനി ഇത് കണ്ടുപിടിക്കണം. ഇത് ഓരോന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് ഉണ്ട്. A31 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഈ A31 കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം സ്മോൾ ലെറ്റർ A31 കണ്ടുപിടിക്കണം. നമുക്ക് സ്മോൾ ലെറ്റർ A31 അതായത് എലമെന്റ് ഏതാണെന്ന് അറിയണം A31. പിന്നെ അതുമായി ബന്ധപ്പെട്ട മൈനർ അറിയണം അതായത് M31 ആണ്. അതുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ A31 കണ്ടുപിടിക്കാൻ. പറയുന്നത് കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതിന് സ്റ്റെപ്പുകളുണ്ട്. ആ എലമെന്റ് എടുത്ത് അതിന്റെ മൈനർ കണ്ടുപിടിച്ച് അതിന്റെ കോഫാക്ടർ മൈനർ കണ്ടുപിടിക്കുന്ന അതുമായി ബന്ധപ്പെട്ട റോയും കോളവും കളഞ്ഞ് നമ്മൾ മൈനർ കണ്ടുപിടിച്ചാൽ ശരി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ജോലി A31 കണ്ടുപിടിക്കണം. ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് പറയാം. A31 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ തന്നിരിക്കുന്നത് ഇതിനകത്ത് ഇട്ട് ചെയ്യാണ് നിങ്ങൾ അത് മാറ്റി ചെയ്യാം. തേർഡ് റോ ഫസ്റ്റ് കോളം അപ്പം A31 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ തേർഡ് റോ എന്ന് പറയുമ്പോൾ ഇതല്ലേ ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ എന്താണ് ഇതാണ്. അപ്പൊ തേർഡ് റോ ഫസ്റ്റ് കോളം അപ്പൊ നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് 1 ആണ്. അപ്പൊ നമുക്ക് ആ എലമെന്റ് എത്ര അറിയാം അത് 1 ആണ് നമുക്കറിയാം A31. ഇനി അതുമായി ബന്ധപ്പെട്ട് M31 കണ്ടുപിടിക്കാൻ പോകണം. M31 എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഞാൻ പറയാതെ തന്നെ അറിയാം. സോ M31 ഞാൻ കണ്ടുപിടിക്കുന്നു. M31 എന്താണെന്ന് ചോദിച്ചാൽ which is equal ശ്രദ്ധിച്ചോണേ M31 എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് തന്നെയല്ലേ സാധനം ഇതുമായി ബന്ധപ്പെട്ട റോയും കോളം കളയണം. അപ്പൊ ഇതും കളയണം ബാക്കി പിന്നെ എന്തേ ഉള്ളൂ ഈ ഡിറ്റർമിനന്റ് അല്ലേ ഉള്ളൂ. ഏതൊക്കെയാ -3 5 0 4 ഇതുമായി ബന്ധപ്പെട്ട റോയും കോളം ഡിലീറ്റ് ചെയ്താൽ ബാക്കി വരുന്നതിന് ഡിറ്റർമിനന്റ് എടുക്കണം നമുക്ക്. സോ നമ്മൾ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ വരും -3 into 4 -12 -5 into 0 0. സോ എന്താ വന്നത് നമുക്ക് ഇതിന്റെ ആൻസർ -12 വന്നു. അങ്ങനെ അതാണ് അടുത്ത ജോലി എന്താ ഇതിന്റെ കോഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ക്യാപിറ്റൽ ലെറ്റർ A31 എന്താണെന്ന് ചോദിച്ചാൽ ഫ്രെയിം അറിയാമല്ലോ -1 the whole raised to I plus j 3 plus 1 എത്ര 4 into MIJ
MIJ എന്ന് വെച്ചാൽ M31 അല്ലേ? M31 നമുക്ക് എത്ര കിട്ടി? -2. സോ -2 ചെയ്തു. അപ്പൊ എത്ര വരിക? -1 the whole raised to 4 എന്ന് വെച്ചാൽ അതെന്താണ്? പവർ ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ -1 പോസിറ്റീവ് ആവും. സോ 1 into -12. അപ്പൊ എത്ര ആയി? -2. അങ്ങനെ A31 നമുക്ക് കിട്ടി എത്ര? -12. ഓക്കെ അല്ലേ? അതുപോലെ രണ്ടാമത്തെ ഇനി എന്ത് കണ്ടുപിടിക്കണ്ടേ? അവരടുത്ത പറഞ്ഞിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A32 ആണ്. സോ A32 കണ്ടുപിടിക്കണേ ആദ്യം എലമെന്റ് കണ്ടുപിടിക്കണം. സ്മോൾ ലെറ്റർ A32. A32 എന്ന് വെച്ചാൽ തേർഡ് റോ സെക്കൻഡ് കോളം എന്ന് വെച്ചാൽ 5 അല്ലേ എലമെന്റ്. അതുമായി ബന്ധപ്പെട്ട മൈനർ കണ്ടുപിടിക്കണം. M32 എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഈ 5 ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട റോയും കോളവും എടുത്ത് കളഞ്ഞു. ബാക്കി ഏതൊക്കെയുള്ളത്? ഈ 4 അല്ലേ ഉള്ളത്. അപ്പൊ 2 6 5 4 ഞാൻ എടുത്ത് എഴുതുന്നു. 2 6 5 4. ഓക്കെ അല്ലേ? കാര്യം ഇതാണ് എലമെന്റ്. ഇതുമായി ബന്ധപ്പെട്ട റോയും കോളവും എടുത്ത് കളഞ്ഞാൽ ബാക്കി 4 പേരേ ഉള്ളൂ. ആ 4 പേര് അതേപോലെ എഴുതി സോൾവ് ചെയ്യാൻ പോകുന്നു. 4 into 2 8 -6 5 30. അപ്പൊ എത്ര വരെ നമുക്ക് ആൻസർ? -22 എന്ന് പറഞ്ഞു വരും അല്ലേ? അടുത്ത സ്റ്റെപ്പ് എന്താ? നമുക്ക് A32 കണ്ടുപിടിക്കണം. എങ്ങനെ എഴുതാം? -1 the whole raised to 3 into കൂടെ ചേർത്തോണ്ട് 5 into M32. M32 എത്രയാണെന്ന് അറിയാം നമുക്ക്? -22. അപ്പൊ എന്താ സംഭവിക്കുക? പവർ ഓഡ് ആയതുകൊണ്ട് മൈനസ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യും. സോ -1 into -22 which is equal to 22. അപ്പോൾ നമുക്ക് A32 കിട്ടി. എത്ര? 22. അടുത്തത് ഇനി എന്നും കൂടെ വേണം? A33 കൂടെ വേണം അല്ലേ? അപ്പൊ സ്മോൾ ലെറ്റർ എലമെന്റ് നമുക്ക് വേണം. A33 എന്ന് പറയുന്നത് എത്ര നമുക്കറിയാം? തേർഡ് റോ തേർഡ് കോളം, അതായത് -7 എന്നറിയാം. അപ്പോൾ M33 വേണം. അതുമായി ബന്ധപ്പെട്ട റോയും കോളവും കളഞ്ഞതിന് ശേഷം അപ്പൊ M33 എന്ന് പറയുന്നത് ഇതല്ലേ സാധനം. ഇതുമായി ബന്ധപ്പെട്ട റോയും കോളവും കളഞ്ഞാൽ ബാക്കി ഇത്രയും പേരല്ലേ ഉള്ളൂ. കാരണം ഞാൻ എടുത്ത് കൺസിഡർ ചെയ്യാണ്. സോ 2 -3 6 0 അതിന്റെ ഡിറ്റർമിനന്റ്. അപ്പൊ എന്താ വെച്ചാൽ 2 into 0 0 മൈനസ് ഇവിടെയാണ് നോക്കേണ്ടത്. -6 into 3 -18 ആണ്. സോ ആ -18ഉം ഈ +18ഉം കൂടെ ചേർന്ന് എന്താവും? സോ മൈനസ് കൂടെ ചേർന്ന് +18 ആവും. മനസ്സിലായോ? ഈ മൈനസ് ഓൾറെഡി ഉണ്ട്, അവിടെ വരുന്ന മൈനസും കൂടെ ചേർത്ത്. കാര്യം എന്താ? 6 into -3 എന്ന് പറയുന്നത് എന്താണ്? -18 ആണ്. അപ്പോൾ -18 ആ മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആവും. +18 ആയി. നമുക്ക് എന്തുകൂടെ വേണം? അതിന്റെ പെർഫെക്റ്റ് കൂടെ. സോ A33 എന്താണെന്ന് ചോദിച്ചാൽ which is equal to -1 the whole raised to 3 + 3 എത്ര? 6 into M33. M33 എത്ര അറിയാം? 18 അറിയാം. സോ which is equal to പവർ ഈവൻ നമ്പർ ആണ്ട് മൈനസ് അങ്ങ് പോകും. സോ 1 into 18 അപ്പോൾ എത്ര വരും? 18 തന്നെ വരും. അങ്ങനെ അതും കിട്ടി. എത്ര? 18. ഇത്ര ആദ്യം നോട്ട് ചെയ്യുക, ബാക്കി കണ്ടിന്യൂ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് വെച്ചിട്ട് വെരിഫിക്കേഷൻ കൂടെ ചെയ്യണ്ടേ? ഇവിടെ അങ്ങനെ നോട്ട് ചെയ്യും, പോസ് ചെയ്ത് വെച്ച്. ശരി, എഴുതി കാണും. നമുക്കിനി വെരിഫൈ ചെയ്യാം. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തുടങ്ങുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആ സംഭവം എടുത്ത് വെച്ച് എഴുതുന്നത് എന്താണ്? A11 into A31 plus A12 into A32 plus A13 into A33. സോൾവ് ചെയ്യാണ്. നോക്കിയിരിക്കാം. നമ്മൾ ആ നമ്പേഴ്സ് എടുത്ത് വെച്ച് എഴുതുന്നു. അപ്പോൾ A11 എത്ര കിട്ടി? 2 into -12 ബ്രാക്കറ്റ് കാണിക്കുക കേട്ടോ, പ്ലസ് A12 -3 into 22 plus 5 into 8. എങ്ങനെ ചെയ്യാം? നമുക്കറിയാം 2 into -12 എന്ന് പറഞ്ഞാൽ -24, പ്ലസ് ഇൻറ്റു മൈനസ് ആണ്. 22 into 3 എത്രയാണ്? 66 ആണ്. പ്ലസ് 5 into 8 എത്രയാണ്? 90 ആണ്. -24 -66 എത്രയാണ്? -90 ആണ്. സോ -90 plus 90 അപ്പോൾ എത്ര ആയി? which is equal to 0, which is equal to RHS. Hence verify. ഇത്രയുള്ള സംഭവം എളുപ്പമല്ലേ? അപ്പോൾ മൈനസും കോഫാക്ടേഴ്സും നല്ലപോലെ അറിയണം. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുക. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സസൈസിലെ ഹോംവർക്ക് തരികയാണ്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഹോംവർക്ക് എഴുതി. പേജ് നമ്പർ 123 എക്സസൈസ് 4.3 തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിപ്പിച്ച അതേ എക്സസൈസിൽ തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയുന്നത്. അതിലെ തേർഡ് ക്വസ്റ്റ്യൻ, 2 സബ് ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, അത് രണ്ടും വേണം. ഫോർത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു, ഞാൻ ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തു. ഫിഫ്ത് ക്വസ്റ്റ്യൻ ഒറ്റ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ്? അത് ചെയ്യണം. അടുത്തത് എക്സസൈസ് 4.4 പേജ് നമ്പർ 126. ഓക്കെ, അതിലെ
Question number 1, 2, 3, I'm sorry, question number 1-ലെ 2 സബ് ക്വസ്റ്റ്യൻസ് അങ്ങനെ പറയാം. question number 2-ലെ 2 സബ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പഠിപ്പിച്ചത് വെച്ചുകൊണ്ട് സുഖമായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. ഇത്രയും ചെയ്യാം. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ അഡ്ജോയിന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. മൈനർ കോഫാക്ടർ അറിഞ്ഞാൽ മാത്രമേ അഡ്ജോയിന്റ് ചെയ്യാൻ പറ്റൂ. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ക്ലാസ് നല്ലപോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ മറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതായത് ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള അഡ്ജോയിന്റ്, അതായത് മൈനസും കോഫാക്ടേഴ്സും അറിഞ്ഞാൽ അതിന്റെ ബാക്കിയായിട്ട് പഠിക്കുന്ന അഡ്ജോയിന്റ് ഉണ്ട്. അപ്പോൾ മൈനസ് കോഫാക്ടേഴ്സ് നല്ലപോലെ നോക്കിയിട്ട് അഡ്ജോയിന്റ് നോക്കിയാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ മനസ്സിലാക്കിയ ശേഷം അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. താങ്ക് യു വെരി മച്ച്.